എടമുണ്ട, വിഷ്ണുമംഗലം, കൊടവലം എന്നിവിടങ്ങളിലായി 60 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന രണ്ടാം വിള നെൽകൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. എടമുണ്ട പാടശേഖരത്തിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സായ പൊതുകുളം മാസങ്ങൾക്ക് മുമ്പ് വറ്റിവരേണ്ടതാണ് കൃഷിനാശത്തിന് ഇടയാക്കിയത്. മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൃഷിയിറക്കിയ 50ഓളം കർഷകർ ഇതോടെ കടക്കെണിയിലായി. എടമുണ്ടയിലെ പൊതുകുളം ഇതാദ്യമായാണ് വറ്റിയതെന്ന് കർഷകർ പറഞ്ഞു. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ്. ആ വർഷം തീരെ പെയ്തില്ല. അതിന് മുമ്പേയുള്ള കാലവർഷവും കിട്ടിയില്ല. കാലവർഷം കിട്ടാതെ കൊണ്ട് നമ്മൾ സാധാരണ രണ്ടാം വിള എടുക്കുന്ന അവസരത്തിൽ വെള്ളം ആറി. എന്നാലും എങ്ങനെയെങ്കിലും എടുത്തു കളയാമെന്ന് വിചാരിച്ച് കൃഷി ഇറക്കി. ഞാറിട്ടുകൊണ്ട് ഇറക്കിയിട്ട് എന്താ കാര്യം? അതെല്ലാം അപ്പോഴേക്ക് തന്നെ നടുമ്പോഴേക്ക് തന്നെ വെള്ളം ആറിപ്പോയി. സർക്കാർ സഹായം മാത്രമാണ് കർഷകരുടെ ഏക പ്രതീക്ഷ. വെള്ളമില്ലാത്തതിനാൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കൃഷിനാശം ജില്ലാ അവലോകന യോഗങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. സുനിൽകുമാറിനോടൊപ്പം റിപ്പോർട്ടർ, കാസർഗോഡ്.